സൺഡേ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പാരിപ്പള്ളിയിലല്ലേ, പാരിപ്പള്ളിയിലല്ല കുളമട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ചെടി മേടിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടില് 2 ബാൽക്കണി ഉണ്ട്, ഫ്രണ്ട് ബാൽക്കണിയും ബാക്ക് ബാൽക്കണിയും മുകളിലത്തെ നിലയിൽ. അപ്പൊ 2 ബാൽക്കണിയിലും വെക്കാനായിട്ട് നമുക്ക് ചെടി വാങ്ങണം. അപ്പൊ ചെടി വാങ്ങാനായിട്ട് നമ്മൾ പോവാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ചെടി വാങ്ങിക്കാനായിട്ട് നമ്മള് കുമാർ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇത് അത്യാവശ്യം ബാൽക്കണിയിൽ നിൽക്കുന്ന ചെടിയാണോ ചോദിക്കണം, കാര്യം ചെറിയ ചെടിയാണ് വേണ്ടത് ബാൽക്കണിയിലേക്ക്. അപ്പൊ ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷനാണ് ഏത് എടുക്കണമെന്ന്. എന്തായാലും നമുക്ക് ചെടി സെലക്ട് ചെയ്തേ. ഇവിടെ മുല്ല നിപ്പുണ്ട്, ചെറിയ മുല്ല, തെറ്റി. ഇതേ മാങ്ങ പിടിച്ച് നിൽക്കുന്നുണ്ട്. പോകുന്നതാണോ? മിനിയേച്ചർ ടൈപ്പ് ആണല്ലോ. അപ്പം ഇത് എടുക്കാം. അതും എനിക്കത് മുറ്റത്ത് വയ്ക്കുന്ന ടൈപ്പ്. ചട്ടി മാറ്റേണ്ടി വരുമോ? നമ്മള് മൺചട്ടിയിലാണ്, ഒരേപോലത്തെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ റെഡ് ചട്ടി ഇല്ലേ, അതേപോലത്തെ ഒരേപോലത്തെ ചട്ടി വെക്കുമ്പോ ഒരേ ലുക്ക് കിട്ടത്തില്ല. അങ്ങനെയാണ് ചട്ടി മാറ്റി വെക്കാവോ? അതിന് അങ്ങനെയാണെങ്കിൽ അത് ഒത്തിരി ഹൈറ്റിൽ പോകുന്ന പറഞ്ഞു ബാൽക്കണിയിൽ നിൽക്കുന്ന ചേട്ടാ. അത് കുറച്ചിട്ട് വെള്ള, അതും ഹായ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെടികളാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പേര് പറയാനൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഇത്രയും ചെടികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെടികളുടെ അതിന് കറക്റ്റ് ആവുന്ന ചെടിച്ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് എത്തിക്കാമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് തന്നെ വന്ന് ഇവരിത് സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റന്നാൾ അവർ വന്ന് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ നമുക്ക് ബാൽക്കണിയുടെ ഒരു ടൂറ് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മീഡിയം സൈസ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. മീഡിയം സൈസ് ചട്ടി 36 ചെടി എടുത്ത് 36 ചട്ടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോട്ടയം ഡ്രീംസ് മാളിലാണ് ഇപ്പോൾ. ഒന്ന് ഫുഡ് കോർട്ടിലോട്ട് ഒന്ന് നോക്കാം. ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഞങ്ങൾ ചെടിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ വിളിച്ചു. അപ്പോൾ അവരും കൂടെ ഞങ്ങൾക്കൊപ്പം ഡ്രീംസ് മോളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഏത് ഫുഡാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനായി. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ എടുക്കുക, ഇതിലേക്ക് കുറച്ച് കുടിവെള്ളം ഒഴിക്കുക. ഐസ്ക്രീം എത്തിയിരിക്കുകയാണ് ഗൈസ്, നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെന്താണ് ഒന്നിരിക്കുന്നത് നോക്കിയേ. നിങ്ങൾക്കാണ് ബർഗർ, കുട്ടികളെ കുട്ടിക്കൊരു ബർഗർ, ഈ കുട്ടിക്കൊരു ബർഗർ, ഈ കുട്ടിക്കൊരു ബർഗർ, ഈ കുട്ടിക്കൊരു ബർഗർ. എല്ലാവർക്കും ബർഗർ കൊടുത്തല്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് പോയി. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ആഴ്ചയിൽ 6.5 ദിവസം പണിയെടുക്കുക, അര ദിവസം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. എല്ലാ സൺഡേയിലും ഞങ്ങൾ കറങ്ങാൻ പോകാറുണ്ട്. അങ്ങനെ ഇന്നത്തെ സൺഡേ ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത സൺഡേക്കായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത സൺഡേ വ്ളോഗിലൂടെ കാണാം. ബൈ ബൈ, ലവ് യു.